എന്താ ഇപ്പൊ നടക്കുന്നത്? സോങ് ഇറക്കുക. എന്റെ അമ്മോ, എന്നടാ ഇത് ഒക്കെ ആറ്റം പീസുകളാണല്ലോ. ഹലോ ഇത് ജയമോ? നമസ്കാരം. നമ്മുടെ ഡയറക്ടറാ. ഇരിക്കും. പുന്നൂസും പെണ്ണുമ്പിള്ളയും വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നീ എയർപോർട്ടിലാണോ? ആ, കൂടെ പാലാക്കാരൻ മൈക്കിളും 2 കോഴകളുണ്ട്. എങ്ങോട്ട് പോകാനായിരിക്കും സാധ്യത? പാലക്കാരൻ മൈക്കിൾ, എങ്കിൽ പിന്നെ ഹോട്ടൽ സാജൻ. ശരി. Okay. I'll see you in a couple of hours. You take care, okay? Take care. മിസ്സസ് ഇറങ്ങിയില്ലേ? ഇല്ല, വിജയ്ക്ക് പോകണം. നാളെ ഒരു മനഃശോധനയുണ്ട്. തിരുവല്ലയിൽ അവിടെ ഇളയമയുടെ മോളുടെ. എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് അങ്ങ് അതോട്ടിരിക്കാം. ഓ ഷോ, കം. ഓക്കെ അല്ലേ ദീപ? ഓക്കെയാണ്. ബാബു ഓക്കെയാണ് സാർ. ഓക്കെ ദീപ ഒന്നിരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശരി. സൂര്യ, യു വേർ റിയലി ഫാന്റാസ്റ്റിക്. അല്ലേ? ശാരീരിക സീനിൽ നന്നായിരുന്നു. ഇരിക്കാൻ പിന്നെ ഒരു കുറച്ച് എക്സ്പോസ്ഡ് ആയോ എന്നൊരു സംശയം. ഏയ് ഇല്ല സർ, ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു സിറ്റുവേഷനില് പിന്നെ ഫാന്റസി അല്ലേ സർ. ഇറ്റ്സ് ഓക്കെ സാർ. സൂര്യ മാം നാളെ രാവിലെ 7 മണിക്ക് വന്നാൽ നമുക്ക് ഓഫീസിൽ കോമ്പിനേഷൻ എടുക്കാമായിരുന്നു. ദാറ്റ്സ് ഓക്കെ സർ. പക്ഷേ രാജേഷ് എന്നെ ഒരു 6 o'clock വിടണം. എനിക്ക് ചെറിയ ഡബിംഗ് ഉണ്ട് സീരിയലിന്റെ. എന്റെ പൊന്നു സൂര്യ, പ്ലീസ് ഈ സീരിയലിൽ പോക്കൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? അല്ല സർ, ഒരു ഗസ്റ്റ് അപ്പിയറൻസാ. എന്റെ ആദ്യത്തെ സീരിയലിലെ ഡയറക്ടർ വിളിച്ചോണ്ടാ. പിന്നെ ഈ പടം കൂടി ഇറങ്ങി കഴിഞ്ഞാലേ പിടിച്ചാ കിട്ടത്തില്ല. എനിക്കറിയാം സർ. താങ്ക് യു. എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട. എനിക്കൊരു ഗിഫ്റ്റ് വേണം. ഈ പടം കഴിഞ്ഞോട്ടെ സർ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചുതരാം. കളഞ്ഞു. അങ്ങനെയല്ല, നല്ല സ്നേഹത്തിൽ ചാലിച്ച ഗിഫ്റ്റ്. എന്താ പ്രശ്നം? 16, 17, 23 ഇവിടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ ചേട്ടാ കാര്യം? ഒരു പ്രശ്നമില്ല. ഡേറ്റിന്റെ നീ വാമോളെ എപ്പോ ചകരെ. ഭാര്യ നേരില് പോലെ കൂടി ഉണ്ടായിട്ട് ഇയാളുടെ കളി ഇതാ. ഇയാള് സംവിധായകനല്ല, നടനാകണ്ട ആളാ. സിനിമയല്ലേ മോളെ? ആ ഡയറക്ടർ ദീപൻ സാർ അവിടെ. ഞാനതങ്ങ് മറന്നു. ഓക്കെ ശരി. സോറി സോറി സോറി. ഷൂട്ടിംഗ് ഇത്രയ്ക്ക് നീളന്ന് ഞാൻ വിചാരിച്ചില്ല. പറയൂ സർ. നാളെ ഞാൻ ചെന്നൈ വരെ പോവാണ്. പോകും മുമ്പ് സൂര്യയോട് കഥ പറഞ്ഞിട്ട് പോയാൽ ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടുമല്ലോ. അതാ, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഒരു മലയോര ഗ്രാമം. ഒരു കർഷക കുടുംബത്തിലെ ഏക മകളാണ് നായിക. അതായത് സൂര്യ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സാറ. ഒരു രാത്രിയാണ്. മഞ്ഞു വീണ് തണുത്ത് ഉറങ്ങിച്ച ഒരു രാത്രി. ഭർത്താവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നേരെ പോകുന്നത് കാമുവിന്റെ അടുത്തേക്കാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസ്. വെരി നൈസ്. അപ്പൊ ആരായിരിക്കും സർ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഹീറോ ആയിട്ട്? കുഞ്ചാക്കോ ഭവൻ. അവിടുന്ന് കാമുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ബംഗ്ലാവിന്റെ പൂമുഖത്ത് വെച്ച് അവർ ഒരു യുവാവിനെ കണ്ടുമുട്ടുന്നു. മുൻപ് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കണ്ട അതേ യുവാവ്. അയാളാണ് വില്ലൻ. നല്ല സർപ്രൈസ് ആയിരിക്കില്ലേ? അവിടെ വെച്ച് വില്ലൻ കുട്ടിയോട് പരിചയം കാണിക്കുന്നതേയില്ല. അത് നമ്മളൊരു സസ്പെൻസ് ആയി മുന്നോട്ട് കൊണ്ടുപോകും. വില്ലനെ വകവയ്ക്കാതെ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ പിന്നെ ഫുള്ള് കോമഡിയാണ്. ഇറങ്ങി 1000 രൂപ പിഴ അടച്ചിട്ട് പോണം. എന്തിനാ സർ? എന്തിനൊന്നു? അത് കൊള്ളാം. നിങ്ങൾ മൊബൈലിൽ സംസാരിച്ചോണ്ടില്ല ഡ്രൈവ് ചെയ്തത്? അല്ല സർ, അതൊരു എമർജൻസി കോൾ ആയിരുന്നു സർ. ഞാനത് അപ്പൊ തന്നെ കട്ട് ചെയ്തു. ആ മൊബൈലിങ് എടുത്തേ. കോൾ ഡ്യൂറേഷൻ നോക്കട്ടെ. വേണ്ട സർ, സാർ കേസ് ചാർജ് ചെയ്തോളൂ. നിങ്ങളെന്താ വിരട്ടുക? അല്ല സർ, ഞാൻ ചെയ്ത് തെറ്റാ, അതെനിക്കറിയാം. ഞാൻ ഫൈൻ അടിക്കാൻ തയ്യാറാ. ആക്ട്രസ് സൂര്യപ്രഭ അല്ലേ? അതെ സർ. ഇറങ്ങണ്ട. എന്താ പ്രശ്നം?
മൊബൈലിൽ സംസാരിച്ചോണ്ട് ഡ്രൈവ് ചെയ്യാനും സാർ. ഓ മാഡം ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിക? അതെ സർ. ഞാൻ CI പാവമണി. ഹലോ. മാഡം മുമ്പ് അഭിനയിച്ചില്ലേ സീരിയൽ മഴയാമങ്ങൾ? അതിലെ പെർഫോമൻസ് വൈഫിനും മദറിലേക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വല്ലപ്പോഴും ഈ സീരിയലിലും കൂടെ അഭിനയിക്കണം കേട്ടോ. തീർച്ചയായും സർ, തീർച്ചയായും. ആളെ മനസ്സിലായില്ലേ? ഇല്ല. ആക്ട്രസ് സൂര്യപ്രഭ. പെട്ടെന്ന് മനസ്സിലായില്ല. ഓ മാഡം, ഈ ഡ്രൈവ് ചെയ്യുമ്പോ മൊബൈലിൽ സംസാരിക്കരുത്. എസ്പെഷ്യലി ഒത്തിരി ഫാൻസ് ഉള്ള നിങ്ങളെ പോലുള്ളവര്. നഷ്ടം ഞങ്ങൾ കലാസ്വാദകർക്കാണ്. സോറി സർ, സോ സോറി. സോറി. ഇറ്റ്സ് ഓക്കെ. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഡാൻസ് അയ്യോ ഇപ്പൊ പറഞ്ഞ നാം എടുത്തേ ഉള്ളൂ. 100 ആയിസ കേട്ടോ. ഞാൻ ബേബി വലിയ പറ്റും അങ്ങ് ബഹറില്ല. സോണിച്ചന്റെ ഒരു ഫ്രണ്ടാ. ഒരിക്കൽ ബഹറിൽ വെച്ച് തമ്മിലൊന്നും പരിചയപ്പെട്ടോട്ടുണ്ട്. കിഴക്കേക്കുറ്റി ജോണി കുര്യക്കോസിന്റെ കൂടെ. ജോണി കുര്യക്കോസിന് മനസ്സിലായില്ലേ? അങ്ങ് മസ്കറ്റിലാ. ഞാനും ജോണിയും കൂടെ വല്ല സീരിയലോ സിനിമയോ മറ്റോ എടുത്താലോ എന്ന് ആലോചിക്കായിരുന്നു. എന്നതാ മോടെ അഭിപ്രായം? സിനിമയാണോ സീരിയലാണോ പ്രോഫിറ്റബിൾ അറിയാൻ വേണ്ടിട്ടാ? അതെ, സിനിമ തന്നെ പ്രോഫിറ്റ്. അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം. ഇന്നത്തെ പോലൊരു 4 ഡാൻസ് അത് മതി പണം ഓടാൻ. എന്നാ ഡാൻസ് ആയിരുന്നു, ഇടിവെട്ടായിരുന്നു. നിനക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന 10,000 ദിർഹം സാധനം. ഇന്ത്യയുടെ 1 ലക്ഷം രൂപ. അത് എനിക്ക് ചാവി ഒന്ന് വേണം, ഒന്ന് പുറത്തു പോകാൻ. അവിടെ ഉണ്ട് കബഡില്. ഓക്കെ. പിന്നെ സോണച്ചൻ പുറത്തുണ്ട്. വല്ല ഐസോ സോണയോ വല്ലതും വേണം നീ കൊടുത്തേ. ഒന്നേ, ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് സൽക്കാർക്ക് വീടിന്റെ പുറത്ത് വെച്ച് മതിയെന്ന്. നിങ്ങളാരാ എന്റെ ഭർത്താവോ അതെന്റെ പിമ്പോ? മര്യാദക്ക് ജീവിച്ചിട്ടുണ്ടോ? ഒരു ഒറ്റക്കും യാത്ര മതി. കാലത്തിലും അഭിനയിപ്പിക്കായിരുന്നു. ഭക്ഷണം കഴിക്കുന്നത് വേറെ ഒന്നും ചെയ്യണ്ട. എന്നൊരു ഭാര്യയായിട്ട് കണ്ടാ മതി. കണ്ടവന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റും പണവും മേടിച്ച് എന്റെ മുന്നിൽ കൊണ്ട് നിർത്തല്ല പോണ്ട. ഇപ്പൊ നിനക്ക് എനിക്കല്ലേ കൊണ്ട് നിർത്താനേ കൊണ്ട് നടന്നാലേ കുറെ കാലം അടുത്തപ്പോ ഇട്ടു പോയി. ഇപ്പൊ പിന്നെ വന്നു. അയാളെ നിങ്ങൾ തന്നെ പിടിച്ചെടുത്ത് നിങ്ങളല്ലേ ഒരു തെറ്റ് ചെയ്യാത്ത നിങ്ങളാ ഇതൊക്കെ അവസാനിക്കാനല്ല. സോറി, ഫൈറ്റ് കഴിഞ്ഞോ? ഫൈറ്റ് അല്ല, പാട്ടാ എടുത്തത്. ഓ, ഡാൻസ് ആയോ? സമയം എത്രയെന്നറിയോ? 6 മണിയായി. 6 മണിയായോ? നേരം വിളിത്തോ? അപ്പൊ അങ്ങനെയാണ്, കുറച്ച് ബ്രേക്ക് ചെയ്തെടുക്കാം. ചേച്ചി വാ പോവാം. മാഡം, സോണി സാർ എന്ന ചെക്ക 2 ലക്ഷം രൂപയുണ്ട്. മാഡത്തിന് തരാൻ പറഞ്ഞു. അതിന് ഞാൻ എന്റെ പേയ്മെന്റ് മുഴുവൻ വാങ്ങി കഴിഞ്ഞാണല്ലോ. അത് മെഹബൂബല്ലേ വാങ്ങിയത്. മാഡത്തിന് ഉണ്ടാവില്ലേ പേഴ്സണൽ കാര്യങ്ങൾ? പൈസയ്ക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഇത് വേണ്ട. സോറി. മോള് വണ്ടി എടുത്ത് പതുക്കെ
ഒരേ ഒരു പാട്ട് മട്ടണ്ട വണ്ടിടാ വണ്ടി വണ്ടിക്ക് മാറി പോകണേ പണിയെടുക്കാൻ பாடி அசத்துறாரு நம்ம எஸ்பிபி மனசு கொள்ள குடபிடிக்க கைகள் நாளாச்சு கால்கள் எட்டாச்சு என்னாச்சு காதல் அடிமை படத்துல பாட்டு இருக்குல்ல காலங்கள்னு சொல்லி காலங்கள் கரையாகி போச்சு உன் வாசல் விழி பார்த்து கோலங்கள் கரையாகி போச்சு பாருங்க தேடி அலைவே നീ എയർപോർട്ടിലാണോ? ഇവിടെ പാലക്കാരൻ മൈക്കിളും രണ്ട് കോഴകളുണ്ട്. എങ്ങോട്ട് പോകാനായിരിക്കും സാധ്യത? പാലക്കാരൻ മൈക്കിൾ എങ്കിൽ പിന്നെ ഹോട്ടൽ സാജൻ. പേടിക്കൊന്നും വേണ്ട, പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. പ്രോപ്പർട്ടി എന്റെയാണ്. പിന്നെ നിങ്ങളെ രണ്ടുപേരും ആ കാക്കനാടിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് ഇങ്ങനെ വിറച്ചിരിക്കായിരുന്നില്ലേ? അതിന്റെ കാര്യം പേടിക്കേണ്ട, എല്ലാം ക്ലിയർ ആണ്. എന്റെ പേപ്പേഴ്സ് റെഡിയാണ്. നിങ്ങൾ ഫണ്ട്സ് അറേഞ്ച് ചെയ്താൽ മതി. പിന്നെ യെസ്, പുന്നുസച്ചാനിന്ന് എത്തുമെന്നും സോണിച്ചനെ വഴിയിലിറക്കിയിട്ട് ഇന്നലെ കണ്ട് ദേവന്മാരുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നു പറഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. അല്ല, ഞാനിപ്പോഴും വിശ്വസിച്ചിട്ടില്ല. നിങ്ങളെനിക്ക് മനസ്സിലായില്ല. ഇത് ജ്യോതിലാൽ എൻ്റെ സുഹൃത്താ. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവൻ ഇടപെടും. ഓ ഐ സി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ എൻ്റെ പ്രോപ്പർട്ടി അയാൾക്ക് കൊടുക്കുന്നില്ല. അയാളുടെ പണം കൈപ്പറ്റാത്തിടത്തോളം കാലം എനിക്കങ്ങനെ തീരുമാനിച്ചൂടെ? പുന്നുസച്ചായ, ഇത് ദുബായ് UK ഒന്നുമല്ല, കൊച്ചിയാണ്. കൊച്ചി. ഇവിടെ കളിയായാലും കച്ചവടമായാലും അതിനൊരു എത്തിക്സ് ഉണ്ട്. അല്ല സുഹൃത്ത്, ഞങ്ങൾ ഉണ്ടായിരിക്കടാ. അനിയൻ നന്നായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആരോടെന്നുള്ളതാണ് പ്രശ്നം. പ്രശ്നങ്ങൾ സ്വാഭാവികമല്ലേ പുന്നൂസെ? അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതുപോലിരിക്കും. ഈ പ്രശ്നം ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കണം. ആ പ്രോപ്പർട്ടി സോണിക്ക് തന്നെ കൊടുക്കണം, പ്ലീസ്. പേരെന്താന്നാ പറഞ്ഞത്? ആ, ജ്യോതിലാൽ. ജ്യോതിലാൽ, നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും. ഇറങ്ങി പോകുന്നതായിരിക്കുന്നല്ല, ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോണം മിസ്റ്റർ, ഇറങ്ങിപ്പോടാ. സോണി വാടാ. ഞാൻ പറഞ്ഞില്ലേ, അവൻ പ്രിപ്പയർഡ് ആയിട്ടാ. കമ്മിറ്റ് ചെയ്ത 4 പ്രോപ്പർട്ടി അവൻ മൈക്കിളിൽ തന്നെ കൊടുക്കും. പിന്നെ നമ്മുടെ കട്ടയും പടവും മടങ്ങും. അതൊക്കെ നമ്മുടെ തന്നെ വരുവാടാ. അവന്റെ കെട്ടിയോളും പിള്ളേരും അത് മാന്യമായിട്ട് നമുക്ക് തന്നെ വിലക്കി തരും. കുട്ടികളില്ല അവനെ, കെട്ടിയോളുണ്ട്. കുതിര പോലൊരു സാധനം. സന്തോഷേ, നീ മുരുകനും ഇന്ന് മുഴുവൻ അയക്കപ്പോണ്ടാണോ? ശരി സാർ. ചാവിത എടാ ജ്യോതി, എന്നാ ചെയ്യാനടാ? പറയാം, വാ കയറ്. ഞാൻ കാറിലുണ്ടാവും. നീ അവിടെ ഇരിക്കേണ്ട ജ്യോതി. എങ്ങോട്ടാ? ഫ്രാൻസിന്ന് കൊണ്ടുവന്നതാ. രണ്ടെണ്ണം അടിച്ചേച്ച് പോന്നേ. മാറോ. സോണിച്ച, രാത്രി ഒരുപാട് വൈകരുത്, പണിയുള്ളതാ. അവന് നീ മറ്റൊരിട്ട് ഒരു പണി കൊടുത്താലേ ഇരിക്കപ്പുറത്തി വരത്തുള്ളൂ, അല്ലടാ ജ്യോതി? കഷ്ടകാല സമയത്ത് ഒരുപാട് സഹായിച്ചാളെ സോണിച്ച.
ഇടയ്ക്കിടയ്ക്ക് പ്രമേന്ന് പറയാറുണ്ട്. എന്താ മേബൂബേത് കൊച്ചു കുട്ടികളെ പോലെ? അത് വീട് നമുക്ക് പൈനാവിലൊക്കെ ഒന്ന് പോണ്ടേ പഴയതുപോലെ. പണി കൊടുത്ത് നടിച്ചോണ്ട് വരായിരുന്നല്ലോ. വിട്ട് ഫിഗർ കേട്ടോ. അല്ല, ഞാൻ പുള്ളിക്കാരൻ ബിസിസിന്റെ ഫോട്ടോ ശ്രദ്ധിച്ചിരുന്നേ. കഴിഞ്ഞ മാസം ബിസിസ് വനിതാ പാസികന് കൊടുത്ത ഇന്റർവ്യൂവിലെ നിങ്ങളുടെ പ്രേമകാര്യത്തെ കുറിച്ചൊക്കെ എവിടെ പറഞ്ഞിരുന്നു. യു ആർ വെരി ലക്കി. ഇന്നത്തെ ഫിഗർ സ്വയം ആക്ടിങ് ആകട്ടോ. ഇന്നത്തെ ഡാൻസ് ഡാൻസ് അയ്യോ ഇപ്പൊ പറഞ്ഞ നാം എടുത്തേ ഉള്ളൂ. 100 ആയിസ കേട്ടോ. സോണിച്ചാൻ വാങ്ങിച്ച ഗിഫ്റ്റ് കൊണ്ടുകൊടുത്തേ. ഞാൻ മറന്നു. എന്നാ സാധനം വേവിച്ചനും ചെല്ല്. ശശിയായി ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് സൽക്കാരൊക്കെ വീടിന്റെ പുറത്ത് വെച്ച് മതിയെന്ന്. നിങ്ങൾ ആരാ എന്റെ ഭർത്താവോ അതെന്റെ പിമ്പോ? പണ്ട് ജീവിതം വഴി മുട്ടിയപ്പോ ഞാൻ നിങ്ങൾക്ക് വഴങ്ങി തന്നിട്ടുണ്ട്. എന്റെ കഥകാടുമുണ്ട്. അന്ന് നിങ്ങൾ എനിക്ക് എന്റെ ഭർത്താവിന് ഒരുപാട് സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അവസാനം കൂടെ കിടന്ന് മടുത്തപ്പോ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ഒരു നാടകം കളിച്ചു. അത് ഞാൻ ക്ഷമിച്ചു. മതി. ഇനി അങ്ങനെ ഒന്നുണ്ടായ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അതിനു വേണ്ടി ആദ്യം ഇവിടെ ആർക്ക് കള്ളപ്പണം വാങ്ങിക്കൊടുക്കണ്ട. ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കും പ്ലീസ്. എന്താ ഉണ്ടായേ? അല്ല സാർ, ഇവര് சார் நாங்க வந்து ரிலீஸ் படத்துக்கு போயிருந்தோம் சார். இந்த ஆளு எங்க சீட் பின்னாடி உட்கார்ந்துட்டு இருந்தா. சீட் கேப்ல கைய போட்டு பொம்பளை கிட்ட அசிங்க பண்றான் சார். என்னடா இப்படி பண்றேன்னு டீசென்ட்டா கேட்டேன். அது கேட்டப்போ இந்த ஆளு இங்க ஒரு அடி இங்க ஒரு மெதி பாக்கெட்ட கிழிச்சிட்டா சார். வலிக்குது சார். இங்க ஒரு அடி இங்க ஒரு மெதி வலிக்குது. படம் பார்க்க விடல சார். நோரா சார், இவரங்க தியேட்டர். ஐயோ போய் சொல்றா சார். டேய் சொட்டே, நீ தானே சீட்டுக்குள்ள கை போட்டு இங்க புடிச்ச? டேய் என்னடா பாக்குற? அங்க கடத்துக்கு பத்தலையா? போலீஸ் ஸ்டேஷன் பக்கமே விட்டேன்னா ஒண்ணு. அப்பா ഹലോ. ആ സാർ 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 യെസ് സാർ. എന്താ ഇവരെ വിട്ടേക്കാൻ പറഞ്ഞു. ഉത്തരവ് വന്നോ? തിയേറ്ററിൽ നടത്തിയ കലാപ്രവർത്തനങ്ങൾക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് വല്ലതും തരണോ? വേണോ? ചെല്ലു ചെല്ലു. ഇത് തമിഴ്നാടല്ല, കേരളമാണ്.
ഇവിടെ പൊണ്ടാട്ടിയും കൊണ്ട് സിനിമ കാണാൻ പോകുമ്പോ ഓർക്കണം. ഇല്ല, ഇത് ഞാൻ പൊണ്ടാട്ടി ഇല്ല സാർ. പൊണ്ടാട്ടി അല്ലേ പിന്നെ? நாங்க வந்து க்ளோஸ் ஃப்ரெண்ட்ஸ். ഫ്രണ്ടാ? എത്ര വർഷമായി ഫ്രണ്ടായിട്ട്? ஒரு வருஷம் தான் ஆகுது சார். நாங்க வந்து ஒரே இடத்துல ஒரே மனசோட வேலை பார்க்குறோம். എന്നാ നിനക്ക് അവനെ കല്യാണം കഴിച്ചൂടെ? എനിക്ക് ഏറെക്കനവേ കല്യാണം ആയിடுச்சு. നേരത്തെ കല്യാണം കഴിഞ്ഞ? ആമങ്ക. നിന്റെ ഭർത്താവ് എവിടെ? നാട്ടിൽ പൊള്ളാച്ചിയിൽ இருக்காங்க சார். വീട് പൊള്ളാച്ചിയില്, കയ്യിലിരിപ്പ് ഹോളിവുഡില് അല്ലേ? ஐயோ சார், இது பாவம் சார். அவ பெரிய குடிகாரன், எவ்வளவு போட்டு மிதிப்பான். அம்மா, നിങ്ങളുടെ ഭർത്താവ്? நாங்க பூஞ்சேரியில இருந்து மദ്രാஸ்க்கு வந்ததுக்கு அப்புறம் அங்க ஒரு சேட்டா இருந்தான்னு சொன்னேன் பாத்தீங்களா, ராஜன் சேட்டா. என்ன ஒரு இடத்துல வேலைக்கு சேர்த்து விட்டான். அங்கதான் இவன் இருந்தான். நாங்க 2 பேரும் சேர்ந்து பர்மாக்கு ஓடிட்டோம். அங்கதான் எங்க கல்யாணம். ஓகே அம்மா, போயிடுங்க போயிடுங்க. ரொம்ப நன்றி சார். போங்க. வேலு, நீ மருதத்தை வீட்டுல விட்டுட்டு வந்துரு, நாங்க கிளம்புறோம். வாயா, வா பரிமளம். என்னாடி, என்னாச்சு? இல்ல, ஒண்ணும் இல்ல. அந்த ரவுடி பசங்களை பத்தி நினைச்சிட்டு இருக்கியா? அதெல்லாம் முடி. ஆமா, நீ எதுக்கு அங்க தனியா தங்கிட்டு இருக்க? எங்க கூட தங்கலாமே. அங்க லட்சுமி அக்கா, ஆண்டி அண்ணன், பரிமளம், நாங்க எல்லாரும் ஒன்னா தான் தங்குறோம். இடம் பார்க்கணுமா? நான் அப்புறம் சொல்றேன். இன்னும் ஒண்ணுமே சொல்லாம போறேன். ஜோதி சார, ஜோதி சார, டே சோனி சார் துபாய்னா. ഹലോ. മൊബൈൽ ഓഫാക്കി വെച്ചിട്ട് എന്നാ ഉണ്ടാക്കുവാണ്? ഞാൻ മയങ്ങിപ്പോയി. എന്താ കാര്യം? ഇപ്പൊ സൂര്യയുടെ ഭർത്താവ് മെഹബൂബ് എന്നെ വിളിച്ചിരുന്നു. ആ ജയമോഹൻ കാലത്ത് സിനിമ റിലീസ് ആവുന്ന ദിവസമാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും കൊത്തി കയറി മുമ്പ് 2 പൂശ് കൊടുത്ത് അവളെ വീട്ടിൽ കൊണ്ടാക്കുക. ഓഹോ, ഫുള്ളാണല്ലോ. അയ്യോ, ഒരുപാട് കാറുണ്ട്. നോക്ക്, എന്തൊരു ബൂസ്റ്റിംഗ് ഞാൻ തന്നിരിക്കുന്നെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കണ്ട സീരിയലൊക്കെ പോയി ചീള് വേഷം ചെയ്താണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ശാരിമോൾ ഇറങ്ങ്. ടോർച്ചടിക്ക്, ടോർച്ചടിക്ക്. Surya, you look gorgeous in this shot. എന്ത് പ്രശ്നം? ഇരിക്കെ, അതൊക്കെ ഇപ്പൊ തീരുവന്നേ. ഇതൊക്കെ ഫാൻസുകാരെ തമ്മിലുള്ള അടിയല്ലേ, ചുമ്മാ സൂപ്പർ സൂപ്പറാ. നോക്ക നോക്ക. പിന്നെ സൂര്യ, മൊത്തം പടത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പിന്നെ നമുക്ക് ഒരു 1-2 തിയേറ്ററിൽ കൂടെ പോയിട്ട് പോയാ പോരെ? കുഴപ്പമല്ലോ കേട്ടോ. വണ്ടി സൈഡിലേക്ക് നിർത്ത്. എന്നിട്ട് എനിക്കൊരു പാക്കറ്റ് 555 സിഗരറ്റ് വാങ്ങിച്ചോണ്ടാ. അവിടെ നിർത്ത്. എന്താ വിരലിൽ മോതിരം വിടാത്തത്? പിന്നെ ഈ മോതിരം ഇടുമ്പോഴേ മിനിമം ഒരു 4-5 എണ്ണം അടിക്കണം. അതാ എന്റെ ഭംഗി. പിന്നെ നമ്മുടെ അടുത്ത പടത്തിന്റെ കോസ്റ്റ്യൂംസ് ഇതൊന്നും അല്ല, നല്ല ബ്യൂട്ടിഫുള്ളാ. ലൊക്കേഷൻ എവിടെ അറിയാമോ? അമേരിക്കയിലാ. നാണം കാണിച്ചാലോ? റൊമാൻറ്റിക് സീനൊക്കെ എങ്ങനെയാ അഭിനയിക്കണേ? എന്താ മോളെ ഇത്? അയ്യോ, മാഡം ചെന്ന വണ്ടി കയറി. ആരാ? ഞങ്ങൾ ഇവിടെ ലോക്കൽ ആൾക്കാരാണ് സാറേ.
ഓ സാറിന്റെ പടം ഒന്ന് റിലീസല്ലേ? അതെ. എങ്ങനെയുണ്ട്? സൂപ്പർ ഹിറ്റ് അല്ലേ? അല്ലേ മാഡം പ്ലീസ്, സോണി സാർ പറഞ്ഞിട്ടാ. വണ്ടി കയറ്. അല്ല ഈ മാഡം പ്ലീസ്. ഹേയ് സാറ് പേടിക്കണ്ട. എന്നാ പിന്നെ ശാരി പുറകോട്ടിരുന്നോ? നിങ്ങളിപ്പോ എത്ര അടുത്താണെങ്കിലും അകലെയാണെങ്കിലും പ്രണയം എന്ന മൂവിയിലെ നീ അകലെയാണോ എന്ന പാട്ടാണ് ഇനി റെഡ് എഫ് 93.5. നമസ്കാരം. ആരാ? എവിടുന്നാ? പൊടിയാടി സോനായിരുന്നേ. മാഡം പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കേ, ഞാൻ പറഞ്ഞിട്ട് വരാം. ആരാ ഈ ഷമീൻ സാറ്? കേറി ചെല്ലാൻ പറഞ്ഞു. ഷമീൻ സാർ മാത്രം ചെന്നാ മതിയെന്നാ മാഡം പറഞ്ഞത്. എന്റെ ചക്കുള തമ്മേ, ഞാൻ എന്താ കേക്കണത്? സാറിന് ജാതി വിശ്വാസം ഉണ്ടോ? ശുക്രനാ ശുക്രൻ. ചെല്ല് ചെല്ല്. നോക്കി ഇങ്ങോട്ട് നിന്നാലേ മൊത്തമായിട്ട് ഇങ്ങ് പോരും. ഈ പൊടിയാടി സോമനെ മറക്കല്ലേ. വർഷമായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. മസ്കറ്റിൽ വെച്ചായിരുന്നു. നഴ്സിംഗ് പൂർത്തിയായി ജോലി കിട്ടി. മസ്കറ്റിൽ ചെന്നതിന്റെ പിറ്റേന്നാ പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. എന്റെ വീട് തിരുവല്ലയ്ക്കടുത്ത് പുല്ലാട്. ഞങ്ങൾ 5 പെൺകുട്ടികളാ. എനിക്ക് താഴത്തുള്ളതുങ്ങളെ പുള്ളിക്കാരൻ പഠിപ്പിച്ച് കരകയറ്റി. പുള്ളിക്കാരൻ എനിക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല. He was really a great friend of mine. Sorry. പൊന്നു സച്ചാനെ കൊന്നവരുടെ ഡീറ്റെയിൽസ് ഞാനന്ന് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷേ അവരന്ന് അതിനു പകരം എന്നെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ഷമീമിനെ അറിയാമോ? ജ്യോതിലാൽ കുഴപ്പക്കാരനാ മാഡം. ക്രിമിനൽ. 3 മർഡർ കേസിലെ പ്രതിയാന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കിവനോടൊരു കടമുണ്ട്. അത് വീട്ടണം. അതിനൊരു ഹെൽപ്പിനായിട്ടാ ഞാൻ ഷമീമിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പൊന്നു സച്ചായിനെ കൊന്നത് ഇവനാണ്. അതെന്തിനായിരിക്കും? വെറുതെ ഇടങ്ങേറിച്ചെന്ന് ചാണ്ട വെച്ചാ ഞാൻ പറയായിരുന്നു പോലീസിനോടും നിങ്ങളോടും. പൊന്നു സാറ് മരിക്കുന്നതിന്റെ തലേന്ന് ഈ സോണി വടയാട്ടിലുമായിട്ടൊരു കച്ചറ ഉണ്ടായിരുന്നു ഹോട്ടൽ സാജിൽ വെച്ചിട്ട്. നമ്മൾ ഇന്ന് സംസാരിച്ച പുരയുടെ കച്ചവടത്തിന്റെ പേരില്ല. ഇവനാണ് പൊന്നു സാറെ കൊന്നെങ്കിൽ അത് സോണി വടയാട്ടിന് വേണ്ടിയിട്ടാ. ഡെഫിനിറ്റാ. അവരത്ര വലിയ ചങ്ങായിമാരാ മാഡം. ഈ സോണിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും ഇവന് മടിയില്ല. ഈ 3 മർഡർ കേസ് എന്ന് പറഞ്ഞത് സോണിക്ക് വേണ്ടി ചെയ്താ. സ്റ്റേറ്റ്സിലോ ദുബായിലോ ആയിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോനെ ആളുണ്ടായിരുന്നു. ഇച്ചാൻ്റെ ഫ്രണ്ട്സ് തന്നെ. സോണി വടയാറ്റിൽ എനിക്ക് കൊല്ലണം. അതിന് ഷമീം എൻ്റെ ഒപ്പം വേണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. ഷമീമിന് നേരിട്ട് ഇൻവോൾവ്മെന്റ് വേണ്ട. ഈ പറഞ്ഞ ജ്യോതിലാലിനെ പോലെ മറ്റൊരു ജ്യോതിലാൽ. ഷമീം എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? எப்படி இருக்க? நல்லா இருக்க மேடம். ஓகே, நாளைக்கு இதெல்லாம் நம்ம ஏரியா தான். ஏய், எப்படி இருக்கடா? நல்லா இருக்கேன்பா. இறங்கு கிட்ட பரிமளா. பரிமளா என்னாச்சு? என் கண்ணு, என் ராசா, என் தங்கம் இப்போது தோணுச்சு உங்களுக்கு. இரு இரு இரு. ஏய்
காலங்காத்தால தண்ணி எடுத்துக்க ஏந்திரியா மருந்துகளும் வேலும் கல்யாணம் பண்ணிட்டு வந்திருக்காங்க பாருங்க சூப்பருங்கண்ணா. என்ன வாங்க 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 ஒண்ணா நில்லுங்க நில்லு. ஐயோ என்னக்கா என்னம்மா கல்யாணம் செஞ்சு முதல்ல வரீங்க. சின்ன பசங்க உங்களுக்கு ஒண்ணும் தெரியாது. நில்லுங்க. கல்யாணமா? யார் கல்யாணம்? இவ கல்யாணம் 5 வருஷம் முன்னாடி முடிஞ்சிடுச்சு. அதுக்கு போய் நீங்க இப்போ பூஜை பண்றீங்க? இங்க போய் அதெல்லாம் அங்க வச்சு அந்த பொட்டி கட்டி எல்லாரும் துள்ள வைடா. ஏய் என்ன பாத்துட்டு இருக்கீங்க? வீட்டுக்கு போங்க எல்லாரும். என்ன பாக்குற? போய கல்யாணம் ஆகலையா? ஏய் உனக்கெல்லாம் பைத்தியமா பிடிச்சிருக்கு? தியேட்டர்ல பார்த்து தேவடியா பசங்க மறுபடியும் வந்து சண்டை போடுவோம்னு சொல்லி அழுதுட்டு இருந்தான். நான் தான் நம்ம காலனில இடம் இருக்கு அங்க தங்கலாம்னு சொல்லி கூட்டிட்டு வந்தேன். அதுக்கு போய் நீ வேற. அதான் எனக்கு தெரியுமே. என்ன நீங்க என்ன விட்டு வேற யாரையும் கல்யாணம் பண்ண மாட்டீங்கன்னு. ஐயா சின்ன புள்ளத்தனமா இருக்கியே. ஏய் வா போடா. ஆமா இது யாரு? ஏன் புள்ளேடி? பழனியில பாட்டி கூட இருக்காவ. இவ்வளவு பெருசா? ஆமா போன வாட்டி. கடவுளே ஐயோ விடு விடு. என்னாச்சு? அக்கா போட்டோ கீழே விழுந்துடுச்சு. குழந்தைக்கு பாத்து கிடைக்குது. என்னது அவசரமா வந்த அன்னைக்கே கண்ணாடி உடைஞ்சிருக்கு? ஐயோ முருகா. ஒண்ணு இருக்காது. நம்ம உடனே பழனி போய் குழந்தைய பார்த்துட்டு வந்துடலாம். சரியா? ஒண்ணு இருக்காது. നിന്റെ സ്കൂളിൽ പോയി ടീച്ചർമാരോടൊന്നും പറഞ്ഞു കൊടുക്കല്ലേട്ടോ. ഞാൻ പറയല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ഉച്ച കഴിഞ്ഞു വരായിരുന്നതാ. പക്ഷെ എനിക്കറിയാം ആ സമയത്ത് വന്നാൽ നീ ഇത് പശുവിന്റെ കാടിയിലിടുന്നു. എന്നാ പിന്നെ രാത്രി നിനക്ക് ഇതിരി ചോറുണ്ടാക്കി വെച്ചൂടെ? രാവിലെ എടുത്ത് കഴിക്കാലോ. ആ ഫ്ലാറ്റിലിരുന്ന് കഴിച്ച ഐസവും കിട്ടും. പോട്ടെ നീ വാ. അയ്യോ വേണ്ട വേണ്ട ഇരുന്നോളൂ. വിനു പറഞ്ഞു സൂപ്പർ സ്റ്റാർ ചട്ടിയിൽ ചോറിനുന്ന കാര്യം അല്ലേടാ. സൂര്യ ഞാൻ ഇറങ്ങാ. ഗുരുവായൂർക്ക് ഒരു ചെറിയ ട്രിപ്പ് ഉണ്ട്. ശരി. സൂര്യ ഒരു ക്ഷണനത്തിന് വന്നതാ. എന്താ ക്ഷണനത്തിന്? ഇടി കഴുത ക്ഷണനമല്ല ക്ഷണം. മനസ്സിലായോ? ഈ പ്ലാസ്റ്റർ എത്ര ദിവസമായിട്ടിട്ട് മാറ്റാറായില്ല ഇനിയും? മാറ്റാം. ഇതാണോ ഇവള് പറഞ്ഞ ക്ഷണനക്കത്ത്? നവംബർ 5 സൺഡേ. സോണി വടയാറ്റിലും പാർട്ണറാ? എന്നിട്ട് 5 വർഷം കഴിഞ്ഞ് വന്നിട്ടിപ്പോ എന്താ പറയുന്നത് സോണി? ഞാനിപ്പോ പോപ്പുലർ ആയ ആക്ട്രസ് അല്ലേ ചേട്ടാ. നമ്മൾ ഈ കാണുന്ന ബിസിനസ് ടൈക്കൂൺസിനൊക്കെ ഒരു ഹോബി ഉണ്ടല്ലോ, ഒരു ഫേമസ് ഗേൾ ഫ്രണ്ട്. അത്ര തന്നെ. മെഹബൂബായിട്ടുള്ള പാർട്ട്ണർഷിപ്പൊക്കെ അതിന് വഴിക്ക് നടന്നോളൂ. പക്ഷെ ഇനി എൻ്റെ ലൈഫിൽ ആളൊരുത്തിനുണ്ടാവില്ല മായ. என்னடி இது? பழனிக்கு போறேன்டி. அப்படியா? நில்லுங்க ஆண்டியண்ணா. அவங்க எங்க போறாங்க? பழனிக்கு போறாமா? மருதகத்தோட குழந்தை அதுக்கு வேலை எதுக்கு போகுது? டைம் பாஸ். ஹரஹரோ ஹரஹரா. காத்தால இருந்து நான் இல்லன்னு சொல்லி தண்ணி அடிச்சுட்டு சுத்துறேன், வந்து ஒரே மிதி தெரியும்ல. அப்படி இல்ல பண்ணும் லட்சுமி. ஏய் நீங்க கொஞ்சம் பாத்துக்கங்க, நான் வரதுக்கு லேட் ஆச்சுன்னா ஏதாவது பரிமளா போடுங்க. பழனிக்கு போய் வரும்போது உனக்கு என்ன கொண்டு வரேன் பாரு. சத்தியமா? சத்தியம். அண்ணா எங்க போறேன்னா? எங்க போற? பழனிக்கு போறேன்டா, பழனிக்கு. அப்படியா? குடி. என்ன பண்ற? கரகரகோ கரகரகோ. ஏய் பழனி மேல ஆண்டவா. யா விடியா. ஐயோ முருகா தள்ளியா. அப்ப நீங்க வரலையா பழனிக்கு?
പരിമളവും കാലിലെ തൂങ്ങ വിടാമ സുമ്മാ. ഏതാണ് ഈ സ്വർണ്ണവേലിന്റെ വീട്? ആരടാ സ്വർണ്ണവേൽ? சார். ஓ நின்ற ஃப்ரெண்ட். ஆமா சார், அது அன்னைக்கு சார் நாங்க கல்யாணம் பண்ணதுக்கு முடிவு செஞ்சோம் சார். கல்யாணம்? അന്ന് പൊള്ളാച്ചി, ഇന്നലെ ഇവൻ, ഇപ്പോ ഇതും. അതൊക്കെ പോട്ടെ. എവന്റെ മാല എവിടെ? என்ன மாலை சார்? மாலைக்கு எதுவுமே கொடுக்கல சார். இல்லையா? இல்ல சார். என்ன சார் சொல்றீங்க நீங்க? பெரிய லட்சாதிபதின்னு சொல்லி நேத்து தான் எனக்கு கல்யாணம் செஞ்சா. ஆனா நைட்ல நீங்க கதவு தட்டும்போது ஐயோ இவ்வளவு பெரிய திருடன் நீங்க தெரிஞ்சது சார். ஆனா அப்போதுக்கு மான மரியாதை எல்லாம் கவர்னோடா மானம். என்ன இது? போய் சொல்ற. நான் ஒண்ணுமே பண்ணல. போய் சொல்றேன் சார். என்ன கருப்பழிச்சிட்டான் சார் இவன். കംപ്ലീറ്റ് നശിപ്പിച്ചാ? എന്നിട്ട് നീ എന്താടാ എന്നോട് പറഞ്ഞത്? നീ മാല സമ്മാനിച്ചു, പിന്നെ മാല സമ്മാനിച്ചിട്ട് ഇരിക്കാനായി 60 ഡിഗ്രി കുനിയുമ്പോഴേക്കും പോലീസിന്റെ തട്ട് കേട്ടു. അപ്പൊ നീ ഇറങ്ങി ഓടി അല്ലേടാ? നിന്നെ കണ്ടാ അറിയാൻ കള്ളനാണെന്ന്. ഇവൻ തിരുട്ട് റാസ്കൽ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഇവൻ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുക. 17 കേസിലെ പ്രതിയാണ്. என்ன நாச்சிமுத்து, இவர் சொல்றதெல்லாம் நிஜமாவாடா? திரும்பி வருவாடி பாரு. എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു നിമിഷം ഇതിനകത്തൊട്ടൊന്ന് കയറ്റി നിർത്തിയിട്ട് ഞാൻ പുറത്തിറക്കി വിട്ടേക്കാം. ആയിക്കോട്ടെ, ഞാൻ അകത്ത് കിടന്നാലേ പാവമണി സാറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇവൻ നിങ്ങളെ പോലെ വലിയ ഹോൾഡുള്ള പാർട്ടിയൊന്നും അല്ല. പുറത്തേക്കൊന്നും പോയില്ലേ? ഒരു സുഖം തോന്നിയില്ല, മടിച്ചങ്ങനെ ഇരുന്നു. ഉപ്പ കാലത്ത് വന്നിരുന്നു കൂടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ മസ്കറ്റുള്ള ഇളയപ്പാന്റെ കാര്യം? മുപ്പരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത് കൊച്ചിയിലല്ലേ? വിജി, എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ? താല്പര്യമില്ലാഞ്ഞിട്ടല്ല ഷമി, വിവാഹക്കാര്യം. അതിനേക്കാളും വലിയൊരു കമ്മിറ്റ്മെന്റ് നമുക്കിടയിലുണ്ട്. രണ്ടാളുടെ മരണം. അത് സംഭവിക്കണം. ഓ, അത്രേ ഉള്ള. അതിന് അധികം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറി വന്ന ഒരാഴ്ച, അതിനുള്ളിൽ ഓരോ രണ്ടിന്റെ മയ്യത്തടക്കും. ഓന്റെ ഡ്രൈവറെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. സന്തോഷ്. ഡ്രിങ്ക് അപകടകാരണം ഏതെങ്കിലും വിധത്തിൽ വ്യക്തമായോ സാർ? ഇല്ല, അതിന്റെ അന്വേഷണം ആ വഴിക്കുണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ. അഴിമതി നടന്നുവെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഉടൻ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. സർ, നമ്മൾ റിമാൻഡ് ചെയ്തിരിക്കുന്ന ആ ഫ്ലാറ്റിന്റെ കരാറുകാരൻ മെഹബൂബിന്റെ മിസ്സിസ് ആണ്.
സൂര്യപ്രഭ സിനിമാ താരമാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് MD? സോണി വടയാറ്റിൽ. ഓ, അയാളാണോ? എങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇവിടെ എത്തിച്ചാൽ മതി. എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ സർ? റൈറ്റ്. ശരി സർ. സർ, എനിക്ക് മെഹബൂബിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ. ഓക്കെ. പാവമണി സർ. സാരമില്ല, ഇന്ന് വൈകുന്നേരം അമ്പളിക്കും പേര് കിട്ടും. ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് സോണി സാറിന്റെ അടുത്തേക്ക് പേപ്പേഴ്സ് വാങ്ങാൻ. വേണ്ട, ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെടണ്ട. നീ പൊയ്ക്കോ. പക്ഷേ നീ ഒന്നോർത്തോ, എന്റെ ജീവിതം പഴക്കി നീയാ. നീ ഒറ്റ നിവൃത്തികേടുണ്ട് ഞാൻ നിന്നെ ഓരോന്നിനെ നിർബന്ധിച്ചത്. ഞാനൊരു ഭാഗ്യദോഷിയ. കോടികളാ കൊടുത്തു തീർക്കാനുള്ളത്. ഞാനിവിടെ കിടന്ന് ചത്തോളാം. നീ വേണ്ട, ഞാൻ കാരണം ആരും ചാവണ്ട. എനിക്കിവിടെ നിറങ്ങല്ലേ വേണ്ടു. ഇറക്കാം. അതിന് ഞാൻ ആർക്കൊക്കെ വഴങ്ങിക്കൊടുക്കണം? പറ മുന്ന. ആരത്? കേറി വാ. അയ്യോ, ആരത്? സൂര്യപ്രഭ, എന്റെ കർത്താവ്, ഇതെന്താ കിനാവോ? എടാ സോണിച്ച, ഇങ്ങോട്ട് വന്നേടാ. ആരാ വന്ന് നോക്കിയേ? മോർണിംഗ് വാ, വേവിച്ചനല്ലയോ വിളിക്കുന്നേ? എടാ ഇങ്ങ് വാടാ. ആരാ വന്ന് നോക്കിയേ? സൂര്യപ്രഭ. ഇനിയിപ്പൊ സിഗണായി സിഗണപ്പാ. എടി സോണി, ഒരു കാര്യം ഒരു തവണ പറയൂ. ഇന്നിപ്പോ നീ നിന്റെ സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് എന്നെ കാണാൻ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. അതിനെനിക്ക് ചിലവായ പണം എത്രയെന്നറിയാം? അല്ലേ ബേബിച്ച? അന്ന് രണ്ടാമത് നമ്മൾ കണ്ടുമുട്ടിയപ്പോ നീ ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പണം മറ്റൊരു വഴി നിന്റെ കയ്യിൽ തന്നെ വന്നേനെ. ഈ ജന്മം മുഴുവൻ നീ നടിയെന്ന നിലയിൽ ഏൺ ചെയ്യുന്നത് ഇതിന്റെ 5% വരില്ല. എത്ര ഈസി ആയിട്ടാ നീ എന്നെ നെഗ്ലക്ട് ചെയ്ത്. 4 സിനിമയിൽ അഭിനയിച്ച നെഗളിപ്പില് ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? കാശുള്ളവനോട് കളിക്കരുത്. ഹലോ, നമ്മുടെ ജോലിയാ. നാളെ വന്നിട്ടുണ്ട്. അവനോട് കയറി വരാൻ പറ. കയറി വരണവേ. ജ്യോതി, കയറി വാടാ. ഇതാരാ വന്നിരിക്കുന്ന നോക്കി. സോണി, പറഞ്ഞു വിടാ അവളെ. ഇതെന്തോ ഒരുമാതിരി പഴഞ്ച സിനിമ കാണുന്ന പോലെ ഒരു പെങ്കൊച്ചിനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി. അവര് ചെയ്യാനുള്ളത് ചെയ്യട്ടെ, പറയാനുള്ളത് പറയട്ടെ. അവർക്ക് കഥ ചെയ്യാലോ. അങ്ങനെ വെറും ഒരു പെണ്ണല്ല അവൾ എനിക്ക്. ഒരിക്കൽ ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ പെണ്ണ. പക്ഷെ കേട്ടാൻ പറ്റിയില്ല. ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഇവൾ എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. നീ എന്തുവാടാ പറയുന്നത്? ഒരുത്തനെ കെട്ടി കൂടെ കഴിയുന്ന ഒരു പെണ്ണ് ഇനി അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും മറ്റൊരുത്തൻ വിളിച്ചാൽ കൂടെ കയറി കിടക്കാൻ തയ്യാറാകാത്തത് കുറ്റമാണോ? അങ്ങനെ വെറും മറ്റൊരുത്തനല്ല അവക്ക് ഞാൻ. ആണോടി? അവള് പറയട്ടെ. സോണി സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. അന്നും ഇന്നും ആദ്യം കൊത്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല. സോണി, നീ അത് പറയരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇവളെ കെട്ടിയനെ. ഇനി നിന്റെ അപ്പനല്ല വേറെ ആരെതിർത്താലും. പണ്ട് നീ ഇവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇവളെ നിനക്ക് പലതും തന്നു. എന്നിട്ട് നിനക്ക് സൗകര്യമില്ലെന്നായപ്പോ നീ തന്നെ ഇവളെ വേണ്ടെന്ന് വെച്ചു. ഇനി നിനക്ക് ഇവളുടെ പുറത്ത് എന്ത് അവകാശമാണോ ഉള്ളത്? എടാ അവര് അവരുടെ പാട്ടിന് വിട്. നമ്മളായിട്ട് എന്തിനാ അതിൽ ഇടപെടുന്നത്? ബേബിച്ച, കൂടെ കിടക്കുന്നത് പെണ്ണാണെന്ന് മാത്രം അറിഞ്ഞാ പോരാ. കുറഞ്ഞ പക്ഷം അവൾ എങ്ങനെ അവിടെ എത്തിയെന്നും കൂടെ അന്വേഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ ഊട്ടിയിലും ബാംഗ്ലൂരും പഠിക്കുന്ന ഓരോ മക്കള്? കൈയെ കാശുള്ള കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരൊന്ന് മനസ്സ് വെച്ചാൽ അവളുമാരും ഇതുപോലെ ഏതെങ്കിലും ഹോട്ടൽ മുറി കയറിയിരിക്കും. സ്വന്തം മക്കളെ പറഞ്ഞപ്പോ തന്നെ കൊണ്ടുവല്ലോ. ഈ പെമ്പിള്ളാർക്ക് 25,000-നും 50,000-നും കയറി വന്ന് ഗുസ്തി കാണിക്കുന്നത് സൽമാൻ ഖാനെയും ഷാറൂഖ് ഖാനെയും കണ്ട ആരാധന മുതലല്ല, ഗതികേട് കൊണ്ടാണോ? നാണോ ഇല്ലടോ ഈ വെച്ചോണ്ട് ഇറങ്ങാൻ? പെണ്ണുകാരെ പഠിപ്പിക്കാൻ